എല്ലാവർക്കും ന്യൂക്ലിയർ എഞ്ചിനീയറിംഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജോസി തോമസ്. ഞാൻ നിങ്ങളുടെ ഈ ന്യൂക്ലിയർ എഞ്ചിനീയറിംഗിലെ ടെക്നിക്കൽ കോഴ്സിൻ്റെ ഡയറക്ടറാണ്. ഞാൻ ബേസിക്കലി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. 10 കൊല്ലത്തിലധികമായിട്ട് ഇന്ത്യയിലും വിദേശത്തും, അതായത് മിഡിൽ ഈസ്റ്റുമായി പല ക്ലയൻസിൻ്റെയും കോൺട്രാക്ടേഴ്സിൻ്റെയും കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. എനിക്ക് ക്വാളിറ്റി കൺട്രോൾ മേഖലയിലുള്ള സർട്ടിഫൈഡ് കോഴ്സസ് പലതും ഞാൻ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സർട്ടിഫൈഡ് കോഴ്സ് ആയ CSIP, BGAS, APയുടെ പ്രഷർ വെസൽ ഇൻസ്പെക്ടർ, പൈപ്പിംഗ് ഇൻസ്പെക്ടർ, ഇതിലെല്ലാം ഞാൻ സർട്ടിഫൈഡ് ആയ ആളാണ്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം നിങ്ങളെല്ലാവരെയും ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയിക്കുകയും അതിലൂടെ നിങ്ങൾക്ക് കരസ്ഥമാകാൻ പോകുന്ന ജോലിയെപ്പറ്റി മിനിമം ഐഡിയ തരികയുമാണ്. ആദ്യമായി ന്യൂക്ലിയർ എഞ്ചിനീയറിംഗിനെ പറ്റി ഞാൻ കുറച്ച് സംസാരിക്കാം. ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ ക്വാളിറ്റി കൺട്രോൾ മേഖലയിൽ കോഴ്സുകൾ നടത്തി ജോലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ബാക്കിയുള്ള സ്ഥാപനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ന്യൂക്ലിയറിന്റെ പ്രത്യേകത എന്ന് നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും. കാരണം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥാപനങ്ങൾ പലതും കോഴ്സുകൾ നടത്തുമ്പോൾ കോഴ്സിന് ശേഷം അവർ ഒരു ജോലിയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സാധിക്കാതെ വരും. പക്ഷേ ന്യൂക്ലിയർ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ വൺസ് കോഴ്സ് സക്സസ്ഫുള്ളി പാസ്സായി കഴിഞ്ഞാൽ, അതായത് ഈ കോഴ്സ് പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്ത് ഈ കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം നിങ്ങളെ ഇന്ത്യയിലെ അല്ലെങ്കിൽ വിദേശത്തെയും റെപ്യൂട്ടഡായ കമ്പനികളിലേക്ക് ജോബിന് അയക്കുന്നതായിരിക്കും. അപ്പോൾ അത് സാധിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഡയറക്ടറായ രാഹുൽ തേലേക്കാട്ടും അവരുടെ ടീമും കൃത്യമായി പ്ലാൻ ചെയ്തും സിസ്റ്റമാറ്റിക്കായിട്ട് ക്ലയൻസിനെ അപ്രോച്ച് ചെയ്തും അവർ നേടിയിരിക്കുന്ന ഒരു വിശ്വാസ്യതയിൽ നിന്നാണ് അവർക്കത് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ഡയറക്ടറുടെയും അവരുടെ കോമ്പിറ്റന്റ് ടീമിന്റെയും ഹാർഡ് വർക്ക് കൊണ്ടും അവർ അതുകൊണ്ട് അച്ചീവ് ചെയ്തിരിക്കുന്ന ഒരു വിശ്വാസ്യത കൊണ്ടുമാണ് അവർക്കത് സാധിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ അത്രയും വിശ്വസ്തത അവർക്ക് ക്ലയൻസിന്റെ അടുത്തുള്ളത് കൊണ്ട് അവർ കൊടുക്കുന്ന അല്ലെങ്കിൽ അവരിലൂടെ വരുന്ന അവരുടെ ന്യൂക്ലിയർ എഞ്ചിനിലൂടെ വരുന്ന ഈ ആളുകൾക്കും ആ മിനിമം റിക്വയർമെന്റ് വേണം. അതിനുവേണ്ടിയാണ് ഈ ക്വാളിറ്റി കൺട്രോൾ കോഴ്സുകൾ ഈ ഫേം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് നിങ്ങൾക്കായി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലെ ക്വാളിറ്റി കൺട്രോൾ കോഴ്സുകളും അതിലൂടെ ഓയിൽ ആൻഡ് ഗ്യാസിലെ പല കമ്പനികളിലേക്കുള്ള ജോബ് പ്ലേസ്മെന്റ്. ഇനി നമുക്ക് കോഴ്സിലേക്ക് വരാം. കോഴ്സിൽ ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾക്ക് ന്യൂക്ലിയറിൽ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലെ ക്വാളിറ്റി കൺട്രോൾ കോഴ്സ് ജോബിന്റെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യമായി അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും ഇപ്പോൾ ഒരു ഡൗട്ടും ആകാംക്ഷയും കാണും. എന്താണ് ഈ ക്വാളിറ്റി? എന്താണ് ക്വാളിറ്റി? നമ്മളെല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ പരിചയമുള്ളൊരു വാക്കാണ് ക്വാളിറ്റി. അപ്പോൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിനൊറ്റ ഡെഫിനേഷനേ ഉള്ളൂ: വാട്ട് എ ബയർ വാണ്ട്സ്. അതായത് ഒരു ക്ലയന്റിന് എന്താണ് വേണ്ടത് എന്നുള്ളതാണ് ക്വാളിറ്റി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോൺ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ സ്മാർട്ട് ഫോൺ എല്ലാവരും ഉപയോഗിക്കും. നിങ്ങൾ കടയിലോ അല്ല ഓൺലൈനിലോ ചെന്ന് ചെക്ക് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറിലുള്ള സ്പെസിഫിക്കേഷനോട് കൂടിയ, അതായത് ഇത്ര റാം വേണം, ഇത്ര മെമ്മറി വേണം, ഇത്ര മെഗാ പിക്സലുള്ള ക്യാമറ വേണം, പിന്നെ ഇത്ര സ്റ്റോറേജ് സ്പേസ് വേണം, അതിനും എല്ലാം ഉപരിയായി ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് നിങ്ങൾ എപ്പോഴും വാങ്ങിക്കുക. അതായത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഫോണാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുടെ ക്വാളിറ്റി. ബയറാണ് ക്വാളിറ്റി തീരുമാനിക്കുക. ബയർക്ക് എന്താണ് വേണ്ടത്. അപ്പൊ ആ സ്മാർട്ട് ഫോൺ നിങ്ങൾ മേടിക്കുമ്പോൾ അത് കാണിക്കുന്നത് നിങ്ങളുടെ ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും. അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ ആരാണ് ബയർ, അല്ലെങ്കിൽ വിശദം പറഞ്ഞ ആരാണ് നമ്മുടെ ക്ലയൻസ്? ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ ഒരുപാട് ക്ലയൻസ് ഉണ്ട്. അതായത് അവർ പല മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ റിഫൈനറിയിലുണ്ട്, പവർ സെക്ടറിലുണ്ട്, പെട്രോ കെമിക്കൽ സെക്ടറിലുണ്ട്, ഗ്യാസ് പ്ലാന്റിലുണ്ട്,
പിന്നെ സ്ട്രക്ചറൽ ഫാബ്രിക്കേഷൻ ഷോപ്പിലുണ്ട്. ഇങ്ങനെ പല സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ക്ലയൻസ് ഉള്ള ഒരു മേഖലയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഗ്രൂപ്പാണ് ക്വാളിറ്റി പീപ്പിൾ. അവർക്ക് എന്താണ് വേണ്ടത്, ക്ലയൻസിന്, ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലെ ക്ലയൻസിന് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടേഴ്സ്. അങ്ങനെ അതിന് ചെയ്തു തരാൻ പറ്റുന്ന ആൾക്കാരെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്കിപ്പോൾ എന്താണ് വേണ്ടത്? അപ്പോൾ നമുക്ക് ഈ ക്ലയന്റിന്റെ, ഞാൻ ബേസിക് ആദ്യമേ പറഞ്ഞു, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വാട്ട് എ ബയർ വാണ്ട്സ്. അതായത് ഈ ക്ലയൻസിന്റെ മിനിമം റിക്വയർമെന്റ്സ് എന്താണെന്നറിയണം. അവർക്ക് എന്താണ് നമ്മളിൽ നിന്ന് വേണ്ടതെന്ന് വളരെ കൃത്യമായി എഴുതി തയ്യാറാക്കിയ ഒരു പറയുന്ന ഡോക്യുമെന്റ്സ് ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ അറിയണം. അതിനുവേണ്ടി അവർ നിഷ്കർഷിക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഏത് രീതിയിൽ ജോബ് ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് ആൾക്കാരെ അതിന് സെലക്ട് ചെയ്യണം എന്നെല്ലാം അവർക്ക് കൃത്യമായ ഒരു മാർഗരേഖയുണ്ട്. അതിനെപ്പറ്റി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്വാളിറ്റി കൺട്രോൾ മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റും. ഞാൻ വീണ്ടും പറയുന്നു, ക്ലയന്റിന്റെ റിക്വയർമെന്റ് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് അതനുസരിച്ച് ജോബ് ചെയ്യുന്ന ആൾക്കാരാണ് ക്വാളിറ്റി കൺട്രോൾ ആൾക്കാർ. അപ്പോൾ അതിന് നമുക്ക് കുറേയധികം കാര്യങ്ങളെ പറ്റി അറിയണം, കുറേയധികം ടെക്നിക്കുകൾ അറിയണം, കുറേയധികം നമ്മുടെ ആൾക്കാരുടെ സർട്ടിഫിക്കേഷൻ റിക്വയർമെന്റ്സ് അറിയണം. ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്വാളിറ്റി കൺട്രോൾ മേഖലയിൽ ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിലേക്കെല്ലാം, അതായത് ക്വാളിറ്റി കൺട്രോൾ ഒരു പേഴ്സന്റെ മിനിമം റിക്വയർമെന്റ്സ് എന്തെല്ലാമാണെന്ന് നിങ്ങളെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുകയും അതിനെപ്പറ്റി കൂടുതലായി നിങ്ങളോട് ഡിസ്കസ് ചെയ്യുകയും അതിലൂടെ നിങ്ങളെ ഒരു ജോലിയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ കോഴ്സ് സ്ട്രക്ചറും ഇവിടുത്തെ ബാക്കിയുള്ള പ്രാക്ടിക്കൽ മെത്തേഡ്സും എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി എന്താണ് ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടറുടെ റെസ്പോൺസിബിലിറ്റി എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നവർക്കാണ്, അതായത് ക്വാളിറ്റി കൺട്രോൾ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ കസ്റ്റമറുടെ റിക്വയർമെന്റ് കൃത്യമായി ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ആളാണ് ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ, ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ. അപ്പോൾ ആ ഒരു റിക്വയർമെന്റ് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ക്ലയന്റിന്റെ കുറേയധികം റിക്വയർമെന്റ്സും ഡീറ്റെയിൽസും കുറേയധികം പ്രൊസീജിയേഴ്സും എല്ലാം നിങ്ങൾക്ക് അറിയണം. അപ്പോൾ അതൊക്കെ എന്താണെന്ന് പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കോഴ്സിൽ മിനിമം ഒരു 6 അല്ലെ 7 മൊഡ്യൂളുകളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിലെ ആദ്യത്തെ മൊഡ്യൂളിൽ നിങ്ങളെ പഠിക്കാനും അല്ലെ പരിചയപ്പെടാൻ പോകുന്നത് ബേസിക്സ് ഓഫ് ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ പറ്റിയായിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ബേസിക്സ് ആണ് അല്ലേ, അതായത് മെറ്റീരിയൽസിന്റെ ബേസിക്സ് നിങ്ങൾ പഠിക്കും, മെറ്റീരിയൽസിന്റെ മെറ്റലർജിയെ പറ്റി നിങ്ങൾ പഠിക്കും. ഈ മെറ്റീരിയൽസ് നമ്മൾ നമുക്ക് അത് എന്തെല്ലാം ക്വാളിറ്റി പാരാമീറ്റേഴ്സ് വെച്ച് നമുക്ക് വെരിഫൈ ചെയ്യണം നമ്മൾ പഠിക്കും. പല ടൈപ്പുള്ള മെഷർമെന്റിനെ പറ്റി പഠിക്കും. എന്നിട്ട് ഇതെല്ലാം വെച്ച് എങ്ങനെ ഒരു ഫാബ്രിക്കേഷൻ, അതായത് ആ മെറ്റീരിയൽ എങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്ത് നമ്മുടെ ഡിസൈഡ് റിക്വയർമെന്റിലേക്ക് എത്താൻ പറ്റുമെന്ന് നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിൽ കാണും. രണ്ടാമത്തെ മൊഡ്യൂൾ, അതായത് ഈ മെറ്റീരിയൽ എങ്ങനെ നമ്മുടെ യൂസ്ഫുൾ ആയ രീതിയിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ കട്ട് ചെയ്യാം എന്നുള്ള ഒരു മൊഡ്യൂളാണ് സെക്കൻഡ് മൊഡ്യൂൾ. ആ സെക്കൻഡ് മൊഡ്യൂളിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വെൽഡിംഗ് ഇൻസ്പെക്ഷൻ ആൻഡ് ഫാബ്രിക്കേഷൻ എന്ന ഒരു മൊഡ്യൂളാണത്. അതിൽ നമ്മൾ പഠിക്കുന്നത് വെൽഡിങ്ങിൽ അതായത് ഈ ജോബ് ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട മിനിമം റിക്വയർമെന്റ്സ്, അതായത് വെൽഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് വെൽഡറുടെ ക്വാളിഫിക്കേഷൻ മുതൽ ആ ജോബിന്റെ ക്വാളിഫിക്കേഷൻ വരെ ഉള്ള പല ടൈപ്പ് ഡോക്യുമെന്റ്സും പല ടൈപ്പ് റിക്വയർമെന്റ്സും നമ്മൾ വെരിഫൈ ചെയ്യണം ഒരു ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടറായി വർക്ക് ചെയ്യുന്നയാൾ. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ നമ്മൾ ബേസിക്സ് പഠിച്ചു, രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ വെൽഡിങ്ങിന്റെ ഡീറ്റെയിൽസ് പഠിച്ചു. ഇത് കഴിഞ്ഞിട്ട് വൺസ് വെൽഡ് ചെയ്ത് നമ്മൾ ഒരു ഡിസൈൻ ഷേപ്പിലേക്ക് എത്തുകയാണ്. അതായത് നമ്മൾ വെൽഡ് ചെയ്ത് വരുന്ന മെറ്റീരിയൽസ് ചിലപ്പോൾ പൈപ്പിംഗ് ആയിരിക്കാം, വെസൽസ് ആയിരിക്കാം, ടാങ്ക്സ് ആയിരിക്കാം. ഇതിന്റെ എല്ലാം ഫൈനൽ വൺസ് ആ ഷേപ്പ് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ജോബ് ഫിനിഷ് ആകുമ്പോൾ അല്ലെങ്കിൽ ഡ്യൂറിങ് ആ ജോബിൽ എന്തെല്ലാം റിക്വയർമെന്റ്സ് ജനറലി ക്ലയൻസ്
പറയുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാമാണ് ഓരോ പർട്ടിക്കുലർ ക്ലയൻസിന്റെയും സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും അവർ പറയുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ള മിനിമം ഡീറ്റെയിൽസ് നിങ്ങളോട് മൂന്നാമത്തെ മൊഡ്യൂളിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് NDT പറ്റിയാണ്. NDT എന്നൊക്കെ പറയുന്നത് അതിന്റെ ഫുൾ ഫോം നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്നാണ്. കുറച്ച് പറഞ്ഞാൽ അറിയായിരിക്കും. ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത പൈപ്പിങ്ങും വെസലും ടാങ്കും ഫാബ്രിക്കേഷന്റെ സമയത്ത് ഡിഫക്റ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. ആ വെൽഡിങ്ങിലോ കട്ടിങ്ങിലോ എവിടെയെങ്കിലും ഡിഫക്റ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ എൻഷുർ ചെയ്യുന്നത് NDT മെത്തേഡ്സിൽ കൂടിയാണ്. NDT മെത്തേഡ്സ് പലതുണ്ട്. അതിനെപ്പറ്റി എല്ലാം നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ, അതായത് നാലാമത്തെ മൊഡ്യൂളിൽ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുകയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിനെ ഓരോ മെത്തേഡിന്റെയും ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജസും നിങ്ങൾ പറയുന്നതുമായിരിക്കും. പിന്നെ അഞ്ചാമത്തെ മൊഡ്യൂൾ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സും കോഡ്സും പിന്നെ ഇന്റർനാഷണൽ ചില ക്ലയൻസിന്റെ പർട്ടിക്കുലർ സ്പെസിഫിക്കേഷൻസിനെ പറ്റി നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതാണ്. കാരണം ഈ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സും കോഡ്സും വെച്ചാണ് നമ്മുടെ വെസൽസിന്റെ ഡ്രോയിങ് മുതൽ അതിന്റെ ഫൈനൽ എക്സിക്യൂഷൻ വരെയുള്ള കാര്യങ്ങൾ അവർ സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ജോബ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സും കോഡ്സും വെച്ചാണ്. അപ്പോൾ നമുക്ക് ഒരു QC ഇൻസ്പെക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കോഡ്സിനെ പറ്റിയും സ്റ്റാൻഡേർഡ്സിനെ പറ്റിയും മസ്റ്റായിട്ടും നമുക്ക് അറിവുണ്ടായിരിക്കണം. അതിനുവേണ്ടിയാണ് അഞ്ചാമത്തെ മൊഡ്യൂൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ആറാമത്തെ മൊഡ്യൂളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ആദ്യത്തെ 1 മുതൽ 5 മൊഡ്യൂൾ വെച്ച് വരെയുള്ള ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടായിരിക്കും. എന്നിട്ട് ആ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നിങ്ങൾ വൺസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ച് ഒരു റെസ്പോൺസിബിളായി നമുക്ക് എങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാം. ഞാൻ വീണ്ടും പറയുന്നു, റെസ്പോൺസിബിളായി നമുക്ക് എങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാമെന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അതാണ് ആറാമത്തെ മൊഡ്യൂൾ. ഏഴാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് അഡ്വാൻസ് NDT മെത്തേഡ്സ്, അതായത് PAVT, AD കറന്റ് ടെസ്റ്റിംഗ് എന്നിവയെ പറ്റിയുള്ള ബേസിക് നോളജും ബേസിക് അതിന്റെ ഡീറ്റെയിൽസും നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അങ്ങനെ മിനിമം 6 മുതൽ 7 മൊഡ്യൂൾ വരെ ഉള്ള ഒരു കോഴ്സ് സ്ട്രക്ചറാണ് നിങ്ങൾക്ക് വേണ്ടി ന്യൂക്ലിയർ എഞ്ചിനീയറിംഗിൽ ഇത് ഡിസൈൻ ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞു, നല്ല ഒരു റെപ്യൂട്ടഡ് ക്ലയന്റിന്റെ അടുത്ത് ഒരു ക്വാളിറ്റി കൺട്രോൾ ജോബിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായും ഈ റെസ്പോൺസിബിളായി, ഞാൻ വീണ്ടും പറയുന്നു, റെസ്പോൺസിബിളായി ഈ ഫസ്റ്റ് മൊഡ്യൂൾ മുതൽ 6 അല്ലെങ്കിൽ 7ാമത്തെ മൊഡ്യൂൾ വരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുകയും അതിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ടുകൾ അല്ലെങ്കിൽ അതിന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും കൃത്യമായി ഈ ന്യൂക്ലിയർ ടീമിനോട് ഡിസ്കസ് ചെയ്യുകയും സോർട്ട് ഔട്ട് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ നിങ്ങളൊരു റെസ്പോൺസിബിൾ NDT അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടറായി ഈ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവിടുന്ന് ഞങ്ങൾ മുഖാന്തരം ഈ നമ്മുടെ ഡയറക്ടറുടെ അതായത് പ്ലേസ്മെന്റ് വിങ് മുഖാന്തരം, നമ്മുടെ ന്യൂക്ലിയർ എഞ്ചിനീയറിംഗിന്റെ പ്ലേസ്മെന്റ് വിങ് മുഖാന്തരം നിങ്ങൾക്ക് റിപ്പോർട്ടഡായ ക്ലയൻസിന്റെ അടുത്തേക്ക് ജോബ് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ഈ കോഴ്സ് ടൈമിൽ നൽകുവാൻ ഞാനും ഇവിടെ ഈ ന്യൂക്ലിയർ എഞ്ചിനീയറിംഗിലുള്ള എല്ലാവരും ശ്രമിക്കുന്നതാണ്. എല്ലാവർക്കും വീണ്ടും ന്യൂക്ലിയർ എഞ്ചിനീയറിംഗിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദിസ് ഇസ് ജോസി. താങ്ക് യു.